തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 9 കിലോമീറ്റർ അകലെ നഗരത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്വച്ഛസുന്ദര ദേശമാണ് വെള്ളായണി. വ്യക്തമായും 3 പ്രത്യേകതകളാണ് വെള്ളായണിയെ വ്യത്യസ്തയാക്കുന്നത്. ഒന്നാമതായി, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഒന്നാണ് വെള്ളായണി കായൽ. അതിനു ചുറ്റും വിശാലമായ പാടശേഖരങ്ങൾ. 3 വർഷത്തിലൊരിക്കൽ കാളിയൂട്ട് നടക്കുന്ന വെള്ളായണിയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രം. മൂന്നാമത്തേത്, കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജ്. നെൽകൃഷി ഇല്ലാതായെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് പരന്ന പാടങ്ങൾ കാണണമെങ്കിൽ, അല്പം ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ വെള്ളായണിയിലേക്ക് പോയേ പറ്റൂ. കായലും തോടും പാടവും ചേർന്ന വിശാലവും സുന്ദരവുമായ പ്രകൃതിയുടെ ക്യാൻവാസാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ നാച്ചുറൽ ബ്യൂട്ടി കിരീടം, കള്ളിച്ചെല്ലമ്മ തുടങ്ങി നിരവധി സിനിമകൾക്ക് പശ്ചാത്തലമായി തീർന്നിട്ടുണ്ട്. വിഴിഞ്ഞം, വെങ്ങാനൂർ, കല്ലിയൂർ, പാച്ചല്ലൂർ, വെള്ളായണി എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നത് വെള്ളായണി കായലാണ്. വിസ്തൃതി അനുദിനം കുറഞ്ഞു വരുന്നു എന്നത് മാത്രമല്ല, മലിനീകരണവും ഈ കായലിന് ശാപമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കല്ലിയൂർ, വെങ്ങാനൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വെള്ളായണി കായലിൻ്റെ 3/4 ഭാഗവും ഇപ്പോൾ കുളവാഴ മൂടിക്കിടക്കുകയാണ്. കുളവാഴകൾ കായലിൻ്റെ അടിത്തട്ടിൽ സൂര്യപ്രകാശം എത്തുന്നതിന് തടസ്സം നിൽക്കുന്നു. അതുവഴി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും മത്സ്യങ്ങൾ ചത്തുപോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അതേപോലെ കായലിൻ്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അടിത്തട്ടിൽ ചെളിയടിഞ്ഞ് കായലിൻ്റെ ആഴം കുറയുന്നു. അതൊരു പ്രശ്നമാണ്. അത് കായലിൻ്റെ സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കായലിൻ്റെ കുറേ ഭാഗത്ത് ആമ്പലും താമരയും വളരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും താമരപ്പൂവും ആമ്പൽപ്പൂവും പറിച്ചെടുത്ത് ഉപജീവനം നടത്തുന്നവരെ കാണാം. ഇത് വെള്ളായണിയിലെ ബണ്ട് റോഡാണ്. നടുവിലൂടെ ഒരു റോഡ് വന്ന് കായലിനെ 2ആയി മുറിച്ചിരിക്കുകയാണ് ഇവിടെ. താമസിയാതെ ഇവിടെ ഒരു പാലം വന്നേക്കാം. അങ്ങനെ മുറിഞ്ഞുപോയ കായൽ വീണ്ടും ഒന്നായേക്കാം. വൈകുന്നേരമായാൽ ഇവിടം സഞ്ചാരികളെ കൊണ്ട് നിറയും. തടാക കാഴ്ചകൾ കാണാനും കാറ്റുകൊള്ളാനും എത്തുന്നവരാണ് അധികവും. ബോട്ടിങ്ങിനായി എത്തുന്നവരുമുണ്ട്. കായൽ ടൂറിസം ഇവിടുത്തുകാരുടെ വരുമാന മാർഗമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ബണ്ട് റോഡിൽ കുറേ ചെറു കടകൾ വന്നിട്ടുണ്ട്. അതിലൊന്നിൽ നല്ല പായസം വിൽപ്പനയുണ്ട്. അട, പരിപ്പ്, പാലട എന്നിങ്ങനെ ആവശ്യക്കാർക്ക് പായസം ലഭിക്കും. 1 കപ്പ് പായസം ഞങ്ങളും വാങ്ങിക്കഴിച്ചു. ഇളനീർ പായസമാണ് ഒരു വെറൈറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 1 കപ്പിന് 30 രൂപയേ ഉള്ളൂ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ധാരാളം സിറ്റി ബസ്സുകൾ അതുവഴി കടന്നു പോകുന്നത് കണ്ടു. വെള്ളായണിയുടെ ഭംഗി ആസ്വദിക്കുവാൻ സിറ്റി ബസ്സുകളെ ആശ്രയിക്കുന്നവരുമുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവരും ധാരാളം. കായലിൻ്റെ തീരത്തിരുന്ന് ചൂണ്ടയിടുന്ന ചിലരെ കണ്ടു. വെള്ളായണി കായലിൽ ധാരാളം മത്സ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഫിഷറീസ് വകുപ്പുമായി ചേർന്ന് അഗ്രികൾച്ചറൽ കോളേജ് അധികൃതർ മത്സ്യക്കുഞ്ഞുങ്ങളെ കായലിൽ നിക്ഷേപിക്കാറുണ്ടെന്ന് കേട്ടു. തദ്ദേശവാസികൾക്ക് മത്സ്യബന്ധനത്തിലൂടെ വരുമാനം കിട്ടുന്നതിനാണിത്. ഒരു യുവാവിൻ്റെ ചൂണ്ടയിൽ കൊത്തിയ കുറേ മീനുകളെ ഞാൻ കണ്ടു. ചൂണ്ടയിടുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ്. അവർക്ക് ചൂണ്ടയിടിയിൽ വലിയ ഹരമാണെന്ന് തോന്നുന്നു. ബണ്ട് റോഡിൽ കൂടി കിഴക്കോട്ട് പോയാൽ വെള്ളായണി ദേവീക്ഷേത്രത്തിലെത്താം. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. വെള്ളായണിയുടെ നാഥിയാണ് വെള്ളായണി ദേവി. പഴക്കം കൊണ്ടും ആചാരപ്പഴമ കൊണ്ടും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വളരെ പ്രശസ്തമാണ് ഈ വെള്ളായണി ദേവീക്ഷേത്രം.
ഇവിടെ 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് കാളിയൂട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ദേവി ദാരികനെ കൊല്ലുന്ന ഒരു കഥയാണ്. അത് ശർക്കരയിലുണ്ട് കാളിയൂട്ട്. പക്ഷേ ഇവിടുത്തെ കാളിയൂട്ട് വളരെ പ്രശസ്തമാണ്. ആ സമയത്ത് പണ്ട് 41 ദിവസമായിരുന്നു ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 71 ദിവസമൊക്കെ വരും. പല ദിക്കിലും, അതായത് പ്രത്യേകിച്ച് 4 ദിക്കിലേക്കും ദേവി ദാരികനെ അന്വേഷിച്ച് പോകും. അങ്ങനെ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ദേവി ഭക്തന്മാരെ അനുഗ്രഹിക്കും. അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ഒരു ദേവിയാണ് വെള്ളായണി ദേവി. ഈ ക്ഷേത്രത്തിൽ ബിംബമോ പ്രതിഷ്ഠയോ ഒന്നുമില്ല. തങ്കത്തിരുമുടിയാണ്. ഈ തങ്കത്തിരുമുടി എന്ന് പറയുന്നതാണ് ശരിക്കും ദേവി. അത് കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമാണ്. വെള്ളായണി ദേവി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള റോഡിലൂടെ 1.5 കിലോമീറ്റർ പോയാൽ കിരീടം പാലത്തിലെത്താം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? കണ്ടാൽ വെള്ളായണിയിലെ പ്രശസ്തമായ കിരീടം പാലമായത്. നമുക്കറിയാം, കിരീടം സിനിമയിൽ മോഹൻലാൽ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് പോകുന്ന ഒരു ഭാഗമൊക്കെ ഇല്ലേ? സുന്ദരമായ വയൽ പ്രദേശങ്ങളായിരുന്നു അന്ന് ഇതൊക്കെ. ഇപ്പം അത്ര വലിയ കൃഷിയൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ സിനി ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നവീകരിക്കാനിരിക്കുക. ഇപ്പം ഷൂട്ടിംഗ് ലൊക്കേഷൻസ് എല്ലാം നവീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ സ്കീമിൽപ്പെടുത്തി ഇവിടെയൊക്കെ നവീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് കിരീടം പാലം. വെള്ളായണിയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ്. ആളുകൾ ഒരുപാട് കാണാൻ വരുന്ന ഒരു സ്ഥലമാണ്. ധാരാളം വിസിറ്റേഴ്സാണ് ഇവിടെ. അത് മനോഹരമായ സ്ഥലം. തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ സ്ഥലം വേറെ ഇല്ല. ഈ വെള്ളായണി നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ധാരാളം പാടങ്ങൾ, തോട്, അതുപോലെ തന്നെ വയൽ, ഇതെല്ലാം ചേർന്ന നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് വെള്ളായണി. ഈ കിരീടം പാലത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് 2-3 ദിവസം ഇവിടെ താമസിച്ച് ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ട്. സ്വപ്നഭൂമിയിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുറേ വീടുകളുണ്ട്, ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീടുകൾ. അതിലൊരു വീട്ടിലായിരുന്നു കുറേ ഷൂട്ടിംഗ്. പിന്നെ ഈ കിരീടം പാലത്തിലായിരുന്നു. ഇവിടെ വെച്ച് ഷോട്ട് എടുക്കുമ്പോൾ ഒരു വിമാനം വന്നു. അപ്പോൾ അതിനകത്തെ കഥയുമായിട്ട് ചേർന്ന ഒരു ഷോട്ടായിരുന്നു അത്. വളരെ ലക്കിന് കിട്ടിയതാണ്. ഒരു യുവാവ് ജോലി തേടി ഗൾഫിൽ പോകുന്നതൊക്കെയാണ് കഥ. അങ്ങനെ ഒരു നല്ലൊരു ഓർമ്മയുണ്ട് എനിക്ക് ഈ വെള്ളായണിയിൽ നിൽക്കുമ്പോഴത്തേക്ക്. കിരീടം പാലത്തിൽ നിന്നും ഒരു മൺ റോഡ് കായലിനരികിലേക്ക് പോകുന്നുണ്ട്. ഇരുവശവും പാടങ്ങളാണ്. ആ മൺ റോഡിലൂടെ പോയാൽ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാം. കരകൃഷി കാണാം, പക്ഷികളെയും കാണാം. എൻ്റെ പിന്നിൽ കാണുന്നത് വെള്ളായണി കായലാണ്. ശുദ്ധജല തടാകമാണ്. ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കാമല്ലോ, വെള്ളായണിയെ സംരക്ഷിക്കണം, വെള്ളായണി കായലിനെ സംരക്ഷിക്കണം, അതിൻ്റെ പരിസ്ഥിതി സന്തുലനം സാധ്യമാക്കണം, മലിനീകരണം കുറയ്ക്കണം. യഥാർത്ഥത്തിൽ ഈ കായലിൻ്റെ വിസ്തൃതി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്.
അത് ഇപ്പോൾ ഈ റംസാർ സൈറ്റിൽ പെടുത്തി ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ 1971 ഇറാനിലെ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലാക്കാക്കി നടത്തിയ ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഇങ്ങനെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതേപോലെ തന്നെ ധാരാളം ജൈവ വൈവിധ്യം അവിടെ ഉണ്ടാക്കുക, ഇങ്ങനെ സുസ്ഥിര വികസനം സാധ്യമാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഈ വെള്ളായണി കായലിനെയും പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കർഷകനെ ഞാൻ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ പാടത്ത് കൃഷിയൊന്നുമില്ലെന്നാണ്. ഒരു കാലത്ത് ഈ കുട്ടനാട്, അതേപോലെ തന്നെ പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ അതിനുശേഷം ഒരു നെല്ലറയായിരുന്നു വെള്ളായണി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കൃഷിയൊന്നും ഇല്ല എന്നാണ്. എന്താ കൃഷിയൊന്നും ഇല്ലാത്തത്? ഇതൊരു ചതുപ്പ് നിലമാണ്. ഇത് പണ്ടാറക്കരി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ ഒരു കരിയാണ്. അതിപ്പം മലക്കറി കൃഷിക്ക് വേണ്ടി വിനിയോഗിക്കും. നെൽകൃഷിയൊന്നുമില്ല. നെൽകൃഷി ചെയ്തു കഴിഞ്ഞാലും കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മോട്ടോർ ഓട്ടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറയും. പിന്നീട് എന്നിട്ട് അതിനെ തന്നെ അറുത്ത് വിൽക്കുമ്പം തന്നെ അതിൻ്റെ പകുതി പൈസ പോലും കിട്ടില്ല. ഇത്രയും ചിലവാക്കിയാലും നെല്ല് ശേഖരിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അതാണ് ഈ നെല്ല് കർഷകർ അത് ചെയ്യാതെ അതൊക്കെ കുറേ ഒക്കെ വാഴ കൂന്തൽ കണ്ട അല്ലാത്തടത്ത് വാഴയും ബാക്കി ചെറു കൃഷികളും ചെയ്യും. ഇവിടെ പ്രധാനപ്പെട്ടത് മൂന്ന് നാല് കരികളാണ്. പണ്ടാറക്കരി, അപ്പുറത്ത് മാങ്കിളിക്കരി, കാഞ്ഞിരത്തടി, നിലമക്കരി എന്നിങ്ങനെ കായലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നു. ബാക്കിയുള്ളത് ഈ റിസർവെയർ 66 ഏക്കർ റിസർവെയറാണ് സർക്കാരിൻ്റെ. നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ റിസർവെയറിൽ ഈ മാലിന്യങ്ങളൊന്നും വരില്ല. ആ വെള്ളം ഈ റിസർവെയറിൽ അടിച്ചിട്ട് മധുപാലം ഈ പള്ളിച്ചത്തോട് എൻ്റെതാണ്. പള്ളിച്ചത്തോട് വഴി നേരെ കരമന നദിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എല്ലാ കരികളും വറ്റിക്കുമ്പോഴും നെൽകൃഷി എല്ലാവർക്കും ജോലിയാണ്. നെൽകൃഷിയോടനുബന്ധിച്ചുള്ള കന്നുകാലി വളർത്തലുകാർക്ക് പുല്ല്, മത്സ്യബന്ധനക്കാർക്ക് മീൻപിടുത്തം, അങ്ങനെ കുറേ കാലം ജീവിക്കേണ്ട എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഷായിട്ട് ഈ വാട്ടർ ഇവിടെ കിടക്കുമായിരുന്നു. ഇതിപ്പം എക്കൽ പി എച്ചും ഇതെല്ലാം കുറഞ്ഞ ഒരു ഓക്സിജനൊന്നുമില്ല ഈ വെള്ളത്തിൽ. കണ്ട് ഇവിടെ മീൻ പോലും ഇല്ല. മീനെല്ലാം നേരെ ഓക്സിജനോട്ട് ഉള്ളിടത്തോട്ട് പോയത്. ഈ കുളവാഴയുടെ തണ്ടുകൾ അഴുകി അത് മാലിന്യമായിട്ട് മാറും. വെള്ളായണിയുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം കൃഷി കാണാം. പച്ചക്കറി, ചീര, വെണ്ട, പയറ്, പാവൽ എന്നിങ്ങനെ ധാരാളം കൃഷികൾ. വെള്ളായണിയിലേക്ക് ദിവസവും വിനോദസഞ്ചാരികളുടെ നിലയ്ക്കാത്ത ഒഴുക്കാണ്. അവിടെ വരുന്ന ചിലരെങ്കിലും കേട്ടറിഞ്ഞു പോകുന്ന ഒരിടമുണ്ട്, പുഞ്ചക്കരി ഷാപ്പ്. കിരീടം പാലത്തിന് സമീപത്തെ റോഡിലൂടെ 1 കിലോമീറ്റർ പോയാൽ പേരകം ജംഗ്ഷനിലെത്താം. നയനമനോഹരമായ കന്നുകാലിത്തോടിനരികിൽ പുഞ്ചക്കരി ഷാപ്പ് കാണാം. പുഞ്ചക്കരി ഷാപ്പിൻ്റെ ആദ്യത്തെ ശാഖ ആരംഭിച്ചത് ഇവിടെയാണ്. ഇവിടെ കള്ള് കിട്ടില്ല. മത്സ്യവിഭവങ്ങളുടെ ഒരു വൻ ശേഖരം സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മറ്റൊരു ഷാപ്പ് തൊട്ടടുത്തുണ്ട്, കുറച്ച് പരിഷ്കരിച്ച് മോടി വരുത്തിയത്. അവിടെയാണ് മധുരക്കള്ള് വിൽക്കുന്നത്. രണ്ടിടത്തും ഉച്ചയ്ക്ക് ചെന്നാൽ ഊണ് കഴിക്കാനെത്തുന്നവരുടെ തിരക്കാണ്. ഞങ്ങൾ പോയത് മത്സ്യവിഭവങ്ങൾ മാത്രം കിട്ടുന്ന പുഞ്ചക്കരി ഷാപ്പിൻ്റെ ആദ്യത്തെ ശാഖയിലേക്കാണ്. അവിടെ എരിവുള്ള ഷാപ്പ് കറികൾ രുചിക്കുക എന്നത് ഒരു പ്രത്യേക അനുഭവമാണെന്ന് പലരും പറഞ്ഞു. അങ്ങനെയാണ് ഞാനും എൻ്റെ സുഹൃത്തും പുഞ്ചക്കരി ഷാപ്പിൽ കയറിയത്. ആഹാരം കഴിക്കാനെത്തിയ മറ്റ് ഫാമിലിയെയും ഞങ്ങളവിടെ കണ്ടു. കപ്പയും തലക്കറിയുമാണ് ആദ്യം ഓർഡർ ചെയ്തത്. ഏവുള്ള മരച്ചീനിയാണ്, എരിവുള്ള മീൻകറിയും. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. കുട്ടനാടൻ താറാവ് മപ്പാസ് അല്ലേ?
കക്ക ഫ്രൈ ആണ്, കക്ക ഫ്രൈ. ഞണ്ടാണ്, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്. പോത്ത് ഒലത്തിയതാണ്. ഇത് കണവ. കണവ റോസ്റ്റാണ്, കണവ റോസ്റ്റ്. ഇതാണ് തലക്കറി. ഇത് ഫേമസ് ആണ് ഇവിടെ. പോർക്ക് റോസ്റ്റാണ്, പോർക്ക് റോസ്റ്റ്. വെള്ളായണിയിൽ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. 490 ഹെക്ടർ വിസ്തൃതിയുള്ള കായലിനെ ആശ്രയിച്ച് 100 ഇനം പക്ഷികളും 42 ഇനം മത്സ്യങ്ങളുമുണ്ട്. പലതരം കൊക്കുകൾ, കൊറ്റികൾ, ചേരക്കോഴികൾ, കരിവാരക്കുരുവികൾ എന്നിവയൊക്കെ വെള്ളായണിയിലെത്തി സീസൺ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. കേരളത്തിൽ ആകെയുള്ള 475 തരം പക്ഷികളിൽ 30% ദേശാടന പക്ഷികളാണ്. ഭക്ഷണ സമ്പാദനം, പ്രത്യുൽപാദനം എന്നിവയ്ക്കാണ് പക്ഷികൾ ഒരു നാട് വിട്ട് അനേക ദൂരം താണ്ടി മറുനാടുകളിലെത്തുന്നത്. പക്ഷികൾ ഉഷ്ണരക്ത ജീവികളായതിനാൽ കാലാവസ്ഥാ വ്യതിയാനം അവയുടെ ശരീരത്തെ ബാധിക്കുന്നില്ല. കേരളത്തിൽ വെള്ളായണി, കടലുണ്ടി, പാലക്കാട്, വേമ്പനാട്ട് കായൽ, കുമരകം എന്നിവിടങ്ങളിൽ ദേശാടന പക്ഷികൾ വർഷം തോറും കൂട്ടത്തോടെ വന്നെത്താറുണ്ട്. ഇവ കൂടുതലും ഒരിക്കൽ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വീണ്ടും എത്തുക പതിവാണ്. യാത്രക്കിടെ വിശ്രമത്തിനായി തിരഞ്ഞെടുക്കുന്ന സമയം രാത്രിയാണ്. ഭക്ഷണവും വിശ്രമവുമില്ലാതെ ദീർഘദൂരം സഞ്ചരിക്കുന്ന പക്ഷികളും ഈ കൂട്ടത്തിലുണ്ട്. കേരളത്തിലേക്കുള്ള ദേശാടന പക്ഷികളുടെ വരവ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. മാർച്ച്, ഏപ്രിലോടെ തിരിച്ചു പോവുകയും ചെയ്യും. ചതുപ്പുകളാണ് ഇവയുടെ വിഹാരരംഗം. ചതുപ്പുകളിലെ ജലജീവികളെയും മത്സ്യങ്ങളെയുമാണ് ഇവ ആഹാരമാക്കുന്നത്. ഈ പക്ഷികളെ വേട്ടയാടിപ്പിടിച്ച് ഭക്ഷണമാക്കുന്നവരുമുണ്ട്. കാരണം എന്തെന്നറിയില്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ വെള്ളായണിയിലെത്തുന്ന ദേശാടന പക്ഷികളുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. എല്ലാ വർഷവും മെയ് 2-ാം ശനിയാഴ്ച ലോക ദേശാടന പക്ഷി ദിനമായി UN ആചരിച്ചു പോരുന്നു. 2006-ലാണ് UN ഇതിന് തുടക്കമിട്ടത്. ദേശാടന പക്ഷികളെ അടുത്തറിഞ്ഞ് നിരീക്ഷിച്ച് ലോകരക്ഷയ്ക്കായി അവയെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. പണ്ട് കള്ളിച്ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്ത് ഷീലയായിരുന്നു നായിക, നായകൻ പ്രേംനസീറാണ്. അപ്പോൾ ഷീലയാണ് ചെല്ലമ്മയായിട്ട് അഭിനയിച്ചത്. ഷീലയ്ക്ക് അന്ന് അക്കാലത്ത് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയത് ഈ സിനിമയ്ക്കാണ്. ഇത് G. വിവേകാനന്ദൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ അകത്തെ തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ കളിച്ചലമ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് P. ഭാസ്കരനാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൽ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. K. രാഘവനാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രശസ്തമായ പാട്ടുണ്ടല്ലോ, കരിമുകിൽ കാട്ടിലെ P. ജയചന്ദ്രൻ പാടിയ പാട്ട്. അതുപോലെ മാനത്തെ കായലിൽ ബ്രഹ്മാനന്ദൻ പാടി. ഉണ്ണി ഗണപതി എന്ന് പറയുന്ന പാട്ടുണ്ട്, അത് MG രാധാകൃഷ്ണനാണ് അത് പാടിയത്. ഈ MG രാധാകൃഷ്ണനും അതുപോലെ ബ്രഹ്മാനന്ദനും പിന്നീട് സിനിമയിൽ ഗായകരായി തുടങ്ങിയത് ഈ സിനിമയോട് കൂടിയാണ്. ഇത് വളരെ നല്ലൊരു സിനിമയാണ്, നിങ്ങൾ തീർച്ചയായും കാണണം. അത് ക്ലാസിക് സിനിമയാണ്. വെള്ളായണി എന്ന ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒന്നല്ല. എങ്കിലും മനസ്സിന് സുഖം തേടി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളായണിയിലേക്ക് വരാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നേരിട്ട് ബോധ്യമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.